ശ്രീ രാമസിംഹൻ, സിനിമാ മേഖലയിൽ ചൂഷണം ചെയ്യപ്പെടുന്നത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഉണ്ട് എന്നാണ് ആരോപണങ്ങൾ വരുന്നത്. കാരണം എല്ലാ മേഖലകളിലും ഉള്ളതുപോലെ തന്നെ ഇവിടെയും അങ്ങേയറ്റം വിവേചനം വച്ച് പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ചില പവർ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അവർക്ക് താല്പര്യമുള്ളവരെ മാത്രം സംരക്ഷിക്കുന്ന നിലപാട്, മറ്റുള്ളവരൊക്കെ വിവേചനത്തിന് ഹിതമാകുന്ന രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ചെന്നുപെടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഒരു സമഗ്രമായ മാറ്റം ഇനി വേണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ ഒരു ചെറിയ ഭയപ്പാടൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഓരോ ദിവസവും പുതിയ ആരോപണങ്ങൾ വരുമ്പോൾ അടുത്തത് തങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ തനിക്കു നേരെ വിരൽ ചൂണ്ടുമോ എന്നുള്ളൊരു ഭയം, അതൊരു മാറ്റി ചിന്തിക്കലിനെങ്കിലും പ്രേരകമാകുമോ? അതോ ഇതെല്ലാ മേഖലകളിലും ഇല്ലേ, ഇതിൽ ഗൂഢാലോചനയുണ്ട്, ഇതിൽ ആരോപണം ഉന്നയിക്കുന്നവരുടെയൊക്കെ ചരിത്രം എന്താണ് എന്നൊക്കെയുള്ള സ്ഥിരം പല്ലവികളിൽ മാത്രം ഒതുങ്ങുകയും ഈ പവർ ഗ്രൂപ്പുകൾ ഇനിയും സജീവമായി മാഫിയയും മയക്കുമരുന്നും ഒക്കെയായി ഇതിങ്ങനെ ഈ സിനിമാ മേഖല മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെ തുടർന്നും ഉണ്ടാകുമോ? ആദ്യമേ ബലദേവിന്റെ തികച്ചും സ്ത്രീവിരുദ്ധമായിട്ടുള്ള ആ വാക്കുകൾക്ക് മറുപടി പറയാതെ പോയാൽ ശരിയാവില്ല. ബലദേവ് പറഞ്ഞു ഇതിൽ കംപ്ലൈന്റ് കൊടുത്ത ഒരാള് വേശ്യയാണെന്ന് പറഞ്ഞു, ഒരാള് ഉടുതുണി അടിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. എന്താ ബലദേവ്, വേശ്യക്കും ചോയ്സ് ഇല്ലേ? എല്ലാവർക്കും കടന്നു കൊടുക്കണം നിർബന്ധമുണ്ടോ വേശ്യ? താങ്കൾ എന്ത് ഉദ്ദേശിച്ചാണ് പറഞ്ഞത്? എനിക്ക് പല വേശ്യകളെ അറിയാം, അവരെല്ലാവർക്കും കടന്നു കൊടുക്കുന്നില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും കടന്നു കൊടുക്കുള്ളൂ, അത് അവരുടെ തൊഴിലാണ്. ഒരു കാലത്ത് മലയാള സിനിമയെ വേശ്യകൾ മുന്നോട്ട് നയിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് തുണ്ട് സിനിമ ധാരാളം ഓടിയുണ്ട്. അന്ന് വേശ്യകൾ ആവശ്യമുണ്ടായിരുന്നു മലയാള സിനിമയ്ക്ക്. അപ്പൊ ആ രീതിയിൽ ഒരാള് ഒരു നടനെ കുറിച്ച് അല്ലെങ്കിൽ തനിക്ക് പറ്റിയ ഒരു വിഷമം പറഞ്ഞു എന്ന് പറഞ്ഞ് ഉടനെ അവരെ വേശ്യയാക്കുക, അവർ തുണിയഴിക്കുന്നവളാക്കുക, അത് ശരിയല്ല. അതിനാണല്ലോ അവിടെ പോലീസ് ഇത് അന്വേഷിക്കാനും. താങ്കൾക്ക് ആരാണ് അധികാരം തന്നത് അവരെ വേശ്യയാക്കാൻ? സിനിമയിൽ പരസ്പര സമ്മതത്തോടുകൂടി പലരും ബന്ധപ്പെടുന്നുണ്ട്, അവരൊക്കെ വേശ്യകളാണോ? സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഒരു പുരുഷനും സ്ത്രീക്കും പരസ്പര സമ്മതമാണെങ്കിൽ എവിടെ വെച്ചും അവർക്ക് ഒരുമിച്ച് കൂടുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഇവിടെ അങ്ങനെയല്ല നടക്കുന്നത്. ഒരു തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നതാണ്. അതാണ് വ്യത്യാസം. ഒന്നും അറിയാത്ത ഒരു ആർട്ടിസ്റ്റിനുമുണ്ട്. നമ്മുടെയൊക്കെ മുമ്പിൽ വന്നിട്ടുണ്ട് ഇതുപോലെ. സങ്കടത്തോട് നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അമ്മയോട് പറഞ്ഞാൽ ഇതിനിങ്ങനെ ഈ 17-16 വയസ്സുള്ള കുട്ടികളെ കൊണ്ടുപോ, ഇതിന് സിനിമയിൽ അഭിനയിക്കാൻ അറിയില്ല, ഒന്നും അറിയാത്ത കുട്ടികളെ കൊണ്ടുവന്ന് ഈ രീതിയിൽ കൊണ്ടുപോ, എവിടെയെങ്കിലും പോയി ജീവിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട്. ഇത് സിനിമയിൽ ഇല്ല എന്നൊന്നും പറയില്ല, സിനിമയിൽ ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതിന് നമ്മൾ ന്യായീകരിക്കരുത്. അങ്ങനെ ചോദ്യം ചെയ്യുന്നവരൊക്കെ വേശ്യകളാക്കി മുദ്ര കുത്തരുത്. അത് ശരിയായ നടപടിയല്ല. അതിനാണല്ലോ കോടതിയും പോലീസും ഒക്കെ ഉള്ളത്. നിങ്ങൾ അവിടെ പോയി പറയൂ അവൾ വേശ്യയാണെന്ന്, നിങ്ങൾ അവിടെ തെളിയിക്കൂ. അതല്ലാതെ ഒരു മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് അവര് വേശ്യയാണ്, അവർ തുണി അഴിക്കുന്നവളാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുള്ളത്? ബലദേവ് മാപ്പ് പറയണം ആ വാക്ക് ഉപയോഗിച്ച്. അത് തികച്ചും സ്ത്രീവിരുദ്ധമായിട്ടുള്ള വാക്കാണ് ബലദേവ് ഉപയോഗിച്ചത്. അത് പറയാൻ പാടില്ല. സിനിമയില് ഇനി ഒരു വ്യക്തി വന്ന് വേശ്യാവൃത്തി ചെയ്തോ, എന്ത് തെറ്റായിട്ടുള്ളത്? ഒരു തെറ്റുമില്ല. ചിലപ്പോ പണം കൊടുത്തില്ലെങ്കിൽ അവള് ബഹളം ഉണ്ടാക്കും, അത് വേറെ കാര്യം. പക്ഷേ ഇങ്ങനെ ഒരാളെ ആക്രമിച്ചു, അത് വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവളെ വേശ്യയാക്കുന്ന ആ ഒരു ഇടപാട് ശരിയല്ല. കാരണം ഇത് ഒരു അസോസിയേഷൻ കൃത്യമായിട്ട് വർക്ക് ചെയ്തിരുന്നു, അതിനകത്ത് ഒരു സെല്ല് ഉണ്ടായിരുന്നെങ്കിൽ, ഇത്തരം കംപ്ലൈന്റ് അവിടെ വന്നിരുന്നെങ്കിൽ, കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇത് വരില്ലായിരുന്നല്ലോ. അതിനാണല്ലോ അസോസിയേഷൻ വരുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയലേശമന്യേ വന്ന് ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കാനും, കംപ്ലൈന്റ് എഴുതി കിട്ടിക്കഴിഞ്ഞാൽ ആ നടനോട് വിശദീകരണം ചോദിക്കാനും അതിന്റെ ശരിതെറ്റുകൾ കണ്ടെത്താനും അവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ അസോസിയേഷനിൽ ചെയ്യാം, സ്റ്റേഷനിലേക്ക് വിടാം കംപ്ലൈന്റ്. ഇതൊക്കെ സാധ്യമാണ്. അതിനാണല്ലോ ഒരു യൂണിയൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്നത് ഇവിടെ ഹേമ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്നത് മാത്രമല്ല, ആ മേഖലയിൽ ഞാൻ പറഞ്ഞില്ലേ 2000 രൂപ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് 500 രൂപ എക്സ്ട്രാസിന് കൊടുക്കുന്നു. ഈ രാവിലെ മുതൽ 6 മണി മുതൽ രാത്രി 12 വരെ വന്ന് ഈ വെയിലത്ത് നിൽക്കുന്ന എക്സ്ട്രാസിന് കൊടുക്കുന്നത് 500 രൂപയാണ്. ഇത് യൂണിയൻ നിയന്ത്രിക്കാൻ പറ്റും. അതേപോലെ ഒരാൾക്ക് കാർഡില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കൂലി
പകുതി കട്ട് ചെയ്യുക. എവിടുത്തെ ന്യായമാണത്? എനിക്ക് കാർഡില്ല. എന്നെ 2010 ഫെഫ്ക പുറത്താക്കിയതാണ്. എനിക്ക് ജോലി ചെയ്യണ്ടേ? ഞാൻ സിനിമാക്കാരൻ്റെ. എന്റെ വീട്ടിലേക്ക് അന്നം മേടിക്കണ്ടേ? അപ്പൊ കാർഡോ മെമ്പർഷിപ്പോ ഇല്ലാത്തവന് ഇവിടെ വർക്ക് ചെയ്യാൻ പാടില്ല. അതല്ലെങ്കിൽ പുതിയൊരു നടി വന്നു, 3 സിനിമയിൽ അഭിനയിച്ചു, പിന്നെ അവർക്ക് അഭിനയിക്കുന്ന കാർഡ് വേണം. കാർഡ് വേണമെങ്കിൽ കിടന്നു കൊടുക്കണം. ഇനി ചെറിയ നിസ്സാരപ്പെട്ട ഒരു കാര്യമാണോ? ഒരു സംഘടനയുടെ വക്താവാണ് പറയുന്നത്, നിങ്ങൾക്ക് കാർഡ് തരണമെങ്കിൽ നിങ്ങൾ എന്റെ ബെഡ്റൂമിലേക്ക് വാ. ആ ഒരു അവസ്ഥ പറഞ്ഞിട്ട് നമ്മൾ അതിനെ നിസ്സാരവൽക്കരിക്കുന്നത് ശരിയാണോ? ഇത് ഒരാളുടെ കാര്യമില്ല. ഇനി ഒരു കാർഡ്, ഒരു പുതിയ ആള് വരുന്നത് 1.5 ലക്ഷം രൂപ ഈ അത്താഴ പട്ടിണിക്കാരടുത്താണ് ഈ 1.5 ലക്ഷം രൂപ പിടിച്ചു വാങ്ങിക്കുന്നത്. ആർട്ടിസ്റ്റ് ആയിരിക്കും, നല്ല കഴിവുള്ള ആളൊക്കെ ആയിരിക്കും. ആ കഴിവുള്ള ആൾക്കാർക്ക് രംഗത്ത് വരണമെങ്കിൽ, വർക്ക് ചെയ്യണമെങ്കിൽ, ഇനി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഒരു മേക്കപ്പ് മാൻ, ഒരു പുതിയതായിട്ട് വരുന്ന ഒരാള് വന്നു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. കാർഡ് വേണം. ഞാനൊരു സംവിധായകനാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കൊണ്ട് വർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ CPM-ൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, മറ്റേ ലീഗിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, കോൺഗ്രസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ തൊഴിലെടുക്കാം. പക്ഷെ ഇവിടെ ഫെഫ്കയിലോ അമ്മയിലോ കാർഡില്ലെങ്കിൽ തൊഴിലെടുക്കാൻ പറ്റില്ല. അത് വലിയ. അപ്പൊ ഇവിടെ അതുകൊണ്ടാണ് വേറൊരു സംഘടന ഇല്ല, ഫെഫ്ക മാത്രമേ ഉള്ളൂ, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരെ കുത്തകയാക്കി വെച്ചിരിക്കുകയാണ്. അവര് തീരുമാനിക്കണം. ബാക്കി എല്ലായിടത്തും കോൺഗ്രസ് ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പോവാ, കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ BJP പോവാ. ഇവിടെ എവിടെ പോകും? ഒരു സ്ഥലത്ത് B. ഉണ്ണികൃഷ്ണൻ തീരുമാനിച്ചാൽ അത് അവസാനമാക്കാം. ഒരു വശത്ത് സിദ്ദീഖോ അല്ലെങ്കിൽ മമ്മൂട്ടിയോ മോഹൻലാലോ തീരുമാനിച്ചാൽ അത് അവസാനത്തെ വാക്കാം. പിന്നെ അവന് പണിയില്ല. അപ്പൊ അതാണ് ഈ ഹേമ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നതിന്റെ പ്രധാന കാര്യം. അതാണ്. ഈ സെക്സ് മാത്രമല്ല, അതൊരു ഇതിന്റെ ഘടകമാണ്. ആ ചൂഷണം ഉണ്ട്. അത് ആണിനും പെണ്ണിനും ഉണ്ട് ചൂഷണം. എല്ലാ വിധത്തിനും ചൂഷണം. അപ്പൊ ആ ചൂഷണത്തിന് കൂട്ടു നിൽക്കുന്നതാണോ? അവിടെ അതിനകത്ത് വേണ്ട ഒരു നോട്ടം. അവൻ അരി മേടിക്കുന്നുണ്ടോ? അവൻ ഈ രംഗത്ത് നിൽക്കേണ്ടവനല്ലേ? ഇപ്പൊ തിലകൻ പറഞ്ഞ 14 കൊല്ലം മുമ്പ്, 15ാമത്തെ കൊല്ലാണിത്, തിലകൻ പറഞ്ഞ അച്ചട്ട് പോലെ വന്നു. അന്ന് തിലകൻ പറഞ്ഞു ഇതൊരു മാഫിയ ഗാങ്ങാണെന്ന് പറഞ്ഞപ്പോ തിലകനെ പുറത്താക്കി. ആ തിലകനെ വെച്ച് എന്നെ പുറത്താക്കി, വിനയനെ പുറത്താക്കി, വിനയന്റെ പടത്തിൽ അഭിനയിച്ചവരെ പുറത്താക്കി. ഇതെന്തൊരു മര്യാദയാണ്? സിനിമ ഉണ്ടെങ്കിൽ സിനിമയിൽ വർക്ക് ചെയ്യുന്നില്ലെന്നും യൂണിയനെ പുറത്താക്കാം, അത് യാതൊരു കുഴപ്പമില്ല. കമ്മിറ്റിന്ന് പുറത്താക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ അയാളെ തൊഴിലെടുത്തുന്നാണ്. അതെ, തീർച്ചയായും അത് തന്നെയാണ് ചോദ്യവും.